മലപ്പുറത്ത് വിഭജിച്ച് തിരൂർ ജില്ലയാക്കണമെന്ന ആവശ്യം ശക്തമാക്കാൻ മുസ്ലിം ലീഗ്. കുറുക്കോളി മൊയ്തീൻ ഇത് നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. മുൻപ് തിരൂരിൽ സി മമ്മൂട്ടി MLA ആയിരുന്ന കാലത്താണ് ഇതിന് വലിയൊരു ചർച്ചയ്ക്ക് വേദിയായത്. അന്ന് അദ്ദേഹം ഇതിന് കുറച്ചെങ്കിലും ആഗ്രഹിക്കുകയും ചെയ്തതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത് ഏകദേശം പ്രാബല്യത്തിൽ വരും എന്ന് കണ്ടപ്പോഴാണ് SDPI ജില്ല വേണമെന്ന് പറയുകയും ഇതിനുവേണ്ടി പ്രാദേശിക ഹർത്താൽ അടക്കം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഏകദേശം ജില്ല പ്രാബല്യത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ ഇതിനുവേണ്ടി രംഗത്തിറങ്ങിയ SDPIയുടെ ഈ സമര പരിപാടികൾ വന്നതോടുകൂടി തൽക്കാലം ആ ചർച്ച വഴിമുട്ടി. എന്നാൽ ഇപ്പോൾ വീണ്ടും തിരൂരിൽ ജില്ല നിലവിൽ വരണമെന്ന ആവശ്യവുമായി ലീഗും അതിനൊപ്പം തന്നെ കാന്തപുരം സുന്നി വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും അടക്കം ശക്തമായി രംഗത്തു വരികയാണ്. മൂവാറ്റുപുഴ ജില്ലക്കായും വാദം ഉയരുന്നുണ്ട്. ജോസഫ് വാഴക്കനാണ് മൂവാറ്റുപുഴ ജില്ല വേണമെന്ന വാദം ഉയർത്തുന്നത്. നെയ്യാറ്റിൻകര MLAക്കും വേണം പുതിയ ജില്ല. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നതോടുകൂടി ജില്ലാവാദികളുടെ എണ്ണം കൂടുകയാണ്. എന്നാൽ കേരളത്തിൽ ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുമോ എന്ന് നോക്കാം. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിനു ശേഷം പുതിയൊരു ജില്ല കൂടി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഭരണരംഗത്തും ഉയരുന്നത്. ഏറെ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ 1969 ജൂൺ 5-നാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി, പെരിന്തൽമണ്ണ താലൂക്കുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട്, തിരൂർ താലൂക്കുകളും ചേർത്തായിരുന്നു പുതിയ ജില്ലാ രൂപീകരണം. പുതിയ ജില്ല നിലവിൽ വന്നപ്പോൾ 14 ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യയെങ്കിൽ ഇന്ന് അത് 45 ലക്ഷത്തിലേറെയാണ്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയേറിയ ജില്ല. ഈ സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന്റെ പ്രസക്തി. ഇന്ത്യയിലെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് അവകാശവാദം. മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് പുറമെ സമസ്ത, വെൽഫെയർ പാർട്ടി തുടങ്ങിയവരും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. തിരൂരിൽ ജില്ല ആസ്ഥാനമാകുമ്പോൾ അതിനുവേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും തിരൂരിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. മാത്രവുമല്ല, കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ, ജില്ലയിലെ മുഖ്യ റെയിൽവേ സ്റ്റേഷനും തിരൂരിലാണ്. സിവിൽ സ്റ്റേഷന് ആകുവാൻ സൗകര്യമുള്ള മിനി സിവിൽ സ്റ്റേഷനും സബ് RDO ഓഫീസും തിരൂരിലുണ്ട്. ചെമ്പ്രവട്ടം പാലം വഴിയുള്ള ദീർഘദൂര ബസ്സുകളും രാത്രിയും പകലുമായി തിരൂരിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തുതന്നെയായാലും തിരൂരിലെ ജനങ്ങൾക്കും തിരൂർ ജില്ലയാകുമ്പോൾ വരേണ്ട പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും തിരൂർ ജില്ല വേണമെന്ന ആവശ്യം സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.